ചോർന്ന ചോദ്യപേപ്പറിൻ്റെ ഉള്ളടക്കം കൂടി പരിശോധിച്ച് പോകേണ്ടതാണ്. അതിൻ്റെ ഒരു അന്തരീക്ഷവും അവസ്ഥയും ഇപ്പോൾ സൂചിപ്പിച്ച വിധത്തിലാണ്. ശ്യാം സോർബയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദീകരിച്ചത്. അങ്ങനെയാണ് നമ്മളെല്ലാം ഈ വിവരം അറിയാൻ ഇടയായത്. ശ്യാമുമായി രാവിലെ നേരത്തെ സിബി പറഞ്ഞതുപോലെ ഞാനും സംസാരിച്ചിരുന്നു. അദ്ദേഹം ഛത്തീസ്ഗഡിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. കാസർഗോഡ് സ്വദേശിയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്യാം ദാ ലൈനിലുണ്ട്. ശ്യാം ഈ പോസ്റ്റിനൊപ്പം ഇട്ട ചോദ്യപേപ്പറിൻ്റെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഞാൻ കണ്ടു. എല്ലാം നോക്കാനും പറ്റി. ശ്യാം, തിയേറ്റർ ആയിരുന്നു അല്ലേ എക്സാമിനേഷൻ എടുത്ത വിഷയം? ആ, എന്നിട്ട് പരീക്ഷ എഴുതാൻ പോയ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഒന്ന്, ഈ കമ്പ്യൂട്ടറൈസ്ഡ് പെട്ടെന്ന് മാറ്റിയിട്ട് ഇവർ വീണ്ടും OMR ഷീറ്റിലേക്ക് വന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദ്യങ്ങളുടെ ഉള്ളടക്കങ്ങളിലേക്ക് വരുന്ന സമയത്താണ് അതായത് ജനറൽ പേപ്പറിലും മാറി നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമിംഗ് ആർട്സിന്റെ പേപ്പറിലേക്ക് വരുമ്പോഴാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുന്നത്. രാം മന്ദിർ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം നമ്മൾ കാണുന്നത്. ഈ സബ്ജക്ട് എങ്ങനെയായിരുന്നു ശ്യാമിന്റെ? തിയേറ്റർ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് സബ്ജക്ട് എങ്ങനെയായിരുന്നു? നാടകമാണ് എന്റെ സബ്ജക്ട്, ഡ്രാമയാണ്. നാടകത്തിന് പറ്റിയ ചോദ്യമാണ്. നാടകത്തിന് പറ്റിയ ചോദ്യമാണ്. എല്ലാം നാടകമാണല്ലോ. അതെ അതെ അതെ. പൊളിറ്റിക്കൽ ഡ്രാമയാണ്. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ. അതെ, പൊളിറ്റിക്കൽ ഡ്രാമ. ആ പൊളിറ്റിക്കൽ ഡ്രാമ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. അതില് ശ്യാമ്, രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം ഏതാണ്? രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അത് രാമായണം മൊത്തം ഇരുന്ന് വായിച്ചു നോക്കട്ടെ. അത് ഞാൻ വിട്ടു. അങ്ങനെയാണ് രാമായണം തുടങ്ങുന്ന ശ്ലോകം ഏതാണ്? അത് മറ്റേ കൗഞ്ചപക്ഷി എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമാണ്. അത് ചോദ്യത്തിലൊരു വരി ശ്ലോകം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ മഹാഭാരത യുദ്ധത്തിൽ മരിക്കാതെ യുദ്ധം കണ്ട ആളാരാണ്? അതറിയാൻ പാടില്ല. ഓക്കെ. ഭഗവത്ഗീത ഏതിന്റെ വിപുലമായ രൂപമാണ്? അത് ഭീഷ്മപർവമാണെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതെന്തായാലും അവിടെ ഇരുന്ന് പരീക്ഷ കഴിഞ്ഞാണോ അറിയാൻ പറ്റിയത്? പരീക്ഷ കഴിഞ്ഞിട്ടാണ് അത് ഭീഷ്മപർവമാണ് ഭഗവത്ഗീതയുടെ എക്സ്റ്റൻഷൻ. ഭീഷ്മപർവത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് ഭഗവത്ഗീത എന്ന് മനസ്സിലായിട്ടുള്ളത്. ഈ തിയേറ്റർ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഈ പരീക്ഷ എഴുതി തിയേറ്റർ ആണല്ലോ സബ്ജക്റ്റ് ആയത്. ഏത് മീഡിയത്തിലാണ്? മലയാളത്തിലാണോ, ഇംഗ്ലീഷിലാണോ, ഹിന്ദിയിലാണോ? അല്ല, തിയേറ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് എല്ലാം വരുന്നുണ്ട്. അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതില് തിയേറ്ററിൽ തന്നെ പെർഫോമിംഗ് ആർട്സിൽ തന്നെ ഡാൻസും ഡ്രാമയും 2 കാറ്റഗറി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിലൊരു 50 ക്വസ്റ്റ്യൻസ് ഡാൻസ് സ്റ്റുഡൻസിനും ഡ്രാമ സ്റ്റുഡൻസിനും കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്. ആ കോമൺ ക്വസ്റ്റ്യൻസിലാണ് ഈ പറയുന്ന പോലെ ഇത്രയും ചോദ്യങ്ങൾ അവര് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻകാലങ്ങളിലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് എടുത്താൽ അതിലെങ്ങനെയാണ് വരാറുള്ളത്? ഇതുപോലൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണോ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ളത്? അല്ല, ഒരിക്കലും അല്ല. അതിനകത്ത് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരുന്നുണ്ട്. അതിൽ ഇന്ത്യയിലെ ഗ്രേറ്റ് എപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് മഹാഭാരതം, രാമായണം, വേദങ്ങൾ, ഉപനിഷത്തും എല്ലാം സിലബസിൽ മെൻഷൻ ചെയ്തു പോവുകയും അതിന്റെ ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള അതിന്റെ ഓദർ ആരാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സംഗ്രഹം എന്താണ്, അല്ലെങ്കിൽ അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്താണ്, കാരണം ഇതെല്ലാം കൂടിയിട്ട് 5 ചോദ്യങ്ങൾ മാത്രമേ ഇവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്തവണ 5-ൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് ഈ വിഷയങ്ങളെ വളരെ ഇൻഡെപ്തുള്ളി പോയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരിക്കുന്നതാണ്. തുടക്കം നല്ല. ഒന്നാമത്തെ ശ്യാം എഴുതിയ പോസ്റ്റിലെ ആദ്യത്തെ ചോദ്യം പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം എന്ന് ചോദിച്ചപ്പോൾ ശ്യാമിന് എന്ത് മനസ്സിലായി? അല്ല, അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ട് ഈ പറയുന്നത് പോലെ ഇവരുടെ ഈ ഒരു സംഘപരിവാർ അജണ്ടയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പറിനെയൊക്കെ മാറ്റുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. മറ്റൊന്ന്, പിന്നാലെ കമന്റിൽ ശ്യാം എഴുതിയിരിക്കുന്ന ഒരു കാര്യം കണ്ടു. അത് ഈ സത്യഭാമയുമായി ബന്ധപ്പെട്ടാണ്. അതെന്താണ്? അതെനിക്ക് മനസ്സിലായില്ല. ഞാനത് ആ നിലയിൽ അത് വായിക്കുന്നില്ല. അത് ആക്ച്വലി ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മോഹിനിയാട്ട കുലപതി, ആക്ച്വലി ഇന്ത്യയിലെ മോഹിനിയാട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാമണ്ഡലം സത്യഭാമ നമുക്കുണ്ട്. അത് പുള്ളിക്കാരി സത്യഭാമ, അന്തരിച്ചു. നോട്ട് കലാമണ്ഡല സത്യഭാമ, സത്യഭാമ ശ്യാം. പക്ഷെ ക്വസ്റ്റ്യനകത്ത് സത്യഭാമ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 4 ഓപ്ഷൻസിൽ ഒന്ന് സത്യഭാമയാണോ? അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലെ മോഹിനിയാട്ടം കുലപതി ആര് എന്നായിരുന്നു ആ ചോദ്യം അല്ലേ? അതെ 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 അതെ. അതിൽ 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി,
ഇതിൽ എത്രാമത്തേതായിരുന്നു സത്യഭാമ? അതിൽ ഓപ്ഷൻ ബി സത്യഭാമയായിരുന്നു. എന്നാണ് ആ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എടുക്കണം വീണ്ടും, കാരണം 72ഓളം പേജുള്ള വലിയ ക്വസ്റ്റ്യൻ മനസ്സിലായി. ഏതായാലും സുഹൃത്തുക്കളൊക്കെ അമ്പരന്നോ ഈ ചോദ്യം കണ്ട്? അമ്പരപ്പ് പിന്നെ വലിയ തമാശയായി മാറിയോ? അതേസമയം സ്വാഭാവികമായി ഉയരാവുന്ന വലിയ ആശങ്കയുടെ ഒരു പൊതുതലവും ഇതിനകത്തുണ്ട്. അത്ര നിസ്സാരമല്ല ഇക്കാര്യങ്ങൾ. അതൊരിക്കലും ഇതൊരു തമാശയായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മീൻസ് പോസ്റ്റ് എഴുതുമ്പോൾ ഞാൻ അതിന് വളരെ തമാശയായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. റൈറ്റ്. ഏതായാലും മറ്റുള്ളവരുടെ ഒരു ഫീൽ എന്തായിരുന്നു പരീക്ഷയ്ക്ക് ശേഷം പങ്കുവച്ചപ്പോൾ കിട്ടിയ ഒരു സുഹൃത്തുക്കളുടേതാകാം? ഇതുപോലെ നെറ്റ് പരീക്ഷ എഴുതുക, ഇപ്പോൾ അറിഞ്ഞല്ലോ അല്ലേ, നെറ്റ് പരീക്ഷ തന്നെ ചോദ്യപേപ്പർ എല്ലാം ചോർന്ന് അത് റദ്ദാക്കുന്ന അവസ്ഥ നിൽക്കുകയാണ്. അതെ അതെ അതെ. ഞാൻ എഴുതിയ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എഴുതിയത് ഉത്തരേന്ത്യയിലായതുകൊണ്ടും ഇവിടെ ഞാൻ ജാർഖണ്ഡിലാണുള്ളത്. അപ്പൊ ഇവിടെ എന്റെ കൂടെയുള്ളത് ബഹുഭൂരിപക്ഷം ഇവിടെയുള്ള കുട്ടികളാണ്. അവരിൽ പലരും ഈ പറയുന്ന പോലെ ഈ ക്വസ്റ്റിനെ കണ്ടിട്ട് സന്തോഷിച്ച ആൾക്കാരും ഉണ്ട്. അതേ സമയത്ത് നമുക്ക് പേഴ്സണലി അറിയുന്ന നമ്മുടെ നാട്ടിൽ നമ്മളുടെ കൂടെ തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ ആശ്ചര്യത്തോടെ വളരെ ആശങ്കയോടുകൂടെ അനുഭവങ്ങൾ പങ്കുവെച്ച ആളുകളും ഉണ്ട്. ശരി, നന്ദി ശ്യാമ. ഏതായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചോദ്യപേപ്പർ കണ്ട് ആ പരീക്ഷ എഴുതിയ അനുഭവത്തിൽ നിന്ന് അതിൻ്റെ ഗൗരവമായ തലങ്ങളെ അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് എന്ന നിലയിൽ ആ ഉത്തരവാദിത്തത്തോടെ, പ്രത്യേകിച്ചൊരു നാടക കലാകാരൻ എന്ന നിലയിൽ തന്നെ ആ ഉത്തരവാദിത്തത്തോടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയെ എങ്ങനെയാണ് നമ്മുടെ അധികാരികൾ സമീപിക്കുന്നത് എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവായി, ഉദാഹരണമായി ശ്യാം ആ ഉത്തരവാദിത്തത്തോടെയാണ് ആ ചോദ്യപേപ്പറിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിലൂടെ നമ്മൾക്ക് മുമ്പിൽ, എല്ലാവർക്കും മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായി അത് കാണേണ്ടതും പരിഗണിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും നാടിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ നിലയിലാണ് ഇപ്പോൾ ശ്യാമ നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് സമീപിച്ചിട്ടുള്ളത്. ആ നെറ്റ് പരീക്ഷ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദു ചെയ്തു. ആ ചോദ്യപേപ്പറിൻ്റെ സവിശേഷതയാണ്, അതിൻ്റെ വിശേഷമാണിപ്പോൾ ശ്യാമുമായി സംസാരിച്ചപ്പോൾ ശ്യാം തന്നെ നമ്മളുമായി പങ്കുവെച്ചത് എന്നതുകൂടി പറയട്ടെ. നന്ദി ശ്യാം, ഞങ്ങളോട് സംസാരിച്ചതിന്. താങ്ക് യു.